supremum and infimum. Okay, നമുക്ക് സുപ്രീമത്തിനെയും ഇൻഫിമത്തെയും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സെറ്റ് എപ്പോഴാണ് ബൗണ്ടഡ് ആവുകയെന്ന് അറിയണം. സോ ഡെഫിനിഷൻ ഇതാണ്. ഒരു സെറ്റ് എ സെറ്റ് എസ് ഈസ് സെറ്റ് ടു ബി എ സെറ്റ് ക്യാപിറ്റൽ എസ് ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ് if there exist. Okay, അങ്ങനെ ആദ്യം ബൗണ്ടഡിന് ബൗണ്ടഡ് above ആണ് പറയുന്നത്. ബൗണ്ടഡ് above if there exists an m belongs to R such that x less than or equal to capital M for every x belongs to S. S ലുള്ള എല്ലാ മെമ്പേഴ്സിനെയും S ലുള്ള എല്ലാ ആളുകളുടെയും എല്ലാ ആളുകളെക്കാളും മുകളിൽ ഒരു റിയൽ നമ്പർ ഉണ്ടായിരിക്കണം m. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും S is bounded. ഉദാഹരണത്തിന് S1 ആയിട്ട് ഞാൻ ഒരു സെറ്റ് എടുത്ത സെറ്റ് 1 2 3 4. ഈ സെറ്റിന്റെ പിന്നെ സെറ്റിലെ എല്ലാ എലമെന്റിനേക്കാളും മുകളിൽ നമുക്ക് ഒരു റിയൽ നമ്പർ ആയിട്ട് 4.5 എടുക്കാം, അല്ലെങ്കിൽ 5 എടുക്കാം, 10 എടുക്കാം, 1 ലക്ഷം എടുക്കാം, 10 കോടി എടുക്കാം. അതൊക്കെ ഇതിന്റെ ഈ എമ്മിനെ പറയുന്ന പേരാണ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട് എമ്മിന് അപ്പർ ബൗണ്ട് എന്ന് പറയും. സോ S1 അപ്പർ ബൗണ്ട് ഉണ്ട്. ഒരു അപ്പർ ബൗണ്ട് ഉണ്ടായാൽ തന്നെ എന്തായി? ബൗണ്ടഡ് എബോവ് ആയി. ബൗണ്ടഡ് എബോവ്. സിമിലർലി നമ്മൾ ബൗണ്ടഡ് ബിലോ ഡിഫൈൻ ചെയ്യും. ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോയും ആയാൽ നമ്മൾ പറയും സെറ്റ് ബൗണ്ടഡ് എന്ന് പറയും. A set is bounded if it is both bounded above and bounded below. Below-യും above bounded ആണെങ്കിലാണ് bounded എന്ന് പറയാം. എന്നാൽ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത് bounded above ആണ്. bounded above എന്ന് പറയുമ്പോഴോ വെച്ചാൽ അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടാവും. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാരെക്കാളും മുകളിൽ ഒരു റിയൽ നമ്പർ ഉണ്ടാവും. സെറ്റിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞോ? m ഒരു റിയൽ നമ്പർ ആണെങ്കിൽ സെറ്റിൽ വേണോ? വേണ്ട. ഇനി വേറെ S2 ആയിട്ട് ഓപ്പൺ ഇന്റർവെൽ 0 1. ഓപ്പൺ ഇന്റർവെൽ 0 1. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ നമ്മൾ ഡിഫൈൻ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു. സെറ്റ് അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതാണ് ഓപ്പൺ ഇന്റർവെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 0യുടെയും 1ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും അതാണ്. ഇതൊരു അൺകൗണ്ടബിൾ സെറ്റ് ആണ്. ഏതായാലും ഇതിന്റെ ഒരു അപ്പർ ബൗണ്ട് പറയും 1 ഈസ് എൻ അപ്പർ ബൗണ്ട്. അനദർ അപ്പർ ബൗണ്ട് 2 3 1.5 1.1 അല്ലേ? 1.1 1.7 2 10 1 lakh ഇതൊക്കെ ഇതിന്റെ അപ്പർ ബൗണ്ട് ആണ് അല്ലേ? ഓക്കെ, ഇനി വേറൊരു സെറ്റ് S3 എക്സെട്ര -4 -3 -2 -1. This is another set. Natural number ഒക്കെ നെഗറ്റീവ് ആണ്. This is also bounded above by 0. 0 is an upper bound. -1 is an upper bound. -1 ഒരു upper bound ആണ് അല്ലേ? പിന്നെ 1.1 upper bound ആണ്, 10 upper bound ആണ്, 1 ലക്ഷം upper bound ആണ്, 11 upper bound ആണ്. So ഇതാണ് upper bound എന്ന് പറഞ്ഞാൽ. Similarly, ഇനി ഞാൻ ലോവർ ബൗണ്ട് ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത പേജിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, S is said to be bounded below. S is said to be bounded below if there exists a small m belongs to R such that x greater than or equal to m എന്ന് പറയാം, അല്ലെങ്കിൽ m less than or equal to x for every x element of S. That is എല്ലാരെക്കാളും താഴെ ഒരു m ഉണ്ടായിരിക്കണം. എല്ലാ മെമ്പറിനേക്കാൾ നമ്മൾ സെറ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനേക്കാൾ താഴെ ഒരു m ഒരു റിയൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ പറയും this is bounded below and this m is called lower bound of this set എന്ന് പറയും. എക്സാമ്പിൾ S1 ആയിട്ട് നമുക്ക് 1 2 3 4 എന്ന് എടുത്താൽ ലോവർ ബൗണ്ട് ആയിട്ട് 1 എടുക്കുക, -1 എടുക്കുക, 0 എടുക്കുക, 0.5 എടുക്കുക. അതൊക്കെ ഇതിന്റെ ലോവർ ബൗണ്ട് ആണ് അല്ലേ? ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ഇന്റർവെൽ 0 ആണെങ്കിലോ ഓപ്പൺ ഇന്റർവെൽ 0 ലോവർ ബൗണ്ട് ആയിട്ട് നമുക്ക് 0 എടുക്കാം. 0 is a lower bound. -1 is a lower bound. -1 crore is a lower bound. Okay. 0.1 is not a lower bound. 0.1 is not a lower bound. Why? 0.1 is not a lower bound. കാരണം 0.1നേക്കാൾ ചെറിയ ഒരാൾ സെറ്റിലുണ്ട്. അതാരാ? 0 ഉണ്ടോ സെറ്റിൽ? 0 സെറ്റിൽ ഇല്ലല്ലോ, അത് ഓപ്പൺ അല്ലേ? 0 ഇല്ല. 0.1നേക്കാൾ ചെറിയ ഒരാള് 0.5 0യുടെയും ഇനി ഞാൻ പറയാണ് 0യുടെയും 1ന്റെയും ഇടയിൽ ഒരു എ ഉണ്ട്. S2ലുണ്ട്. 0ന്റെയും 1ന്റെയും ഇടയിലുള്ള ഒരു എ. This is not an upper bound. Then
A is not a lower bound. A is not a lower bound. Okay, ഇവിടെ A ഉള്ളതുകൊണ്ട് ഞാൻ A എന്ന് വിളിക്കില്ല, ഒരു X നോട്ട് എന്നിട്ട് വിളിക്കാൻ പറയും. ഒരു X0, X നോട്ട്. X നോട്ടിന്റെ വില എവിടെ ഉള്ളത്? 0 1 ഇടയിലാണ്. 0 1 ഇടയിലുള്ള X നോട്ട് എന്തല്ല? X നോട്ട് is not a lower bound. എന്തുകൊണ്ട്? നോക്ക്, ഇത് 0, ഇത് 0, ഇത് 1. X നോട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് X നോട്ട് ലോവർ ബൗണ്ട് അല്ല. എന്താ കാരണം? X നോട്ടിനേക്കാൾ താഴെ ഒരാൾ ഇതിലുണ്ട്. ഒരാൾ പറയും X നോട്ടിനേക്കാൾ താഴെ ഇതിലില്ല. X നോട്ട് -0/2 അല്ലെങ്കിൽ X നോട്ട് + 0/2 ഇതിന്റെ ആവറേജ് എടുക്കൂ. X നോട്ട് + 0/2 X നോട്ട്/2 അല്ലേ? X നോട്ട്/2, X നോട്ട്/3, X നോട്ട്/4, X നോട്ട്/10, X നോട്ട്/1 lakh. അങ്ങനെ കൗണ്ടബിൾ മിനിറ്റ്സ് ഇഷ്ടം പോലെ ആൾക്കാർ കണ്ടുപിടിക്കുന്നത്. ഇൻഫാക്ട് 0യുടെയും X നോട്ടിന്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ തന്നെ എത്ര ആൾക്കാരുണ്ട്? അൺകൗണ്ടബിളി മെനി നമ്പേഴ്സ് ഉണ്ട്. ഇൻഫിനിറ്റ് മാത്രമല്ല, അൺകൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇതിന്റെ ഇടയിലുണ്ട്. അല്ലേ? നമുക്ക് ഒരാളെ പറഞ്ഞാൽ തന്നെ എന്തായി? X നോട്ട് ലോവർ ബൗണ്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ലോവർ ബൗണ്ടും ആയി, അപ്പർ ബൗണ്ടും ആയി. ഇനിയാണ് ഞാൻ സുപ്രീമം ഡിഫൈൻ ചെയ്യുന്നത്. ലോവർ ബൗണ്ടുകളിൽ വെച്ച് അല്ലെങ്കിൽ അപ്പർ ബൗണ്ടുകളിൽ വെച്ച് ഏറ്റവും ചെറുതിനെ പറയുന്ന പേരാണെന്ത്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ സുപ്രീമോ. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കറിയാം ഓപ്പൺ ഇന്റർവൽ 0 1 ആയിരിക്കട്ടെ. S set of all x such that 0 less than x less than 1. ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ടുകളാണ് ആരൊക്കെ? അപ്പർ ബൗണ്ട്സ് ആണ് ആരൊക്കെ? 1 ഉണ്ട്, 1.1 ഉണ്ട്, 1.5 ഉണ്ട്, 10 ഉണ്ട്, 1 lakh ഉണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരിൽ വെച്ച് ഏറ്റവും ചെറിയ ആളെ പറയുന്ന പേരാണ് ലീസ്റ്റിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് S. ഇതിനെയാണ് നമ്മൾ ചുരുക്കി സുപ്രീമം ഓഫ് S എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ സുപ്രീമം ഡിഫൈൻ ചെയ്യുന്നത്? സുപ്രീമം ഓഫ് S or denoted by sup S. ഓക്കെ, സുപ്പ് S എന്നാണ് എന്താ സുപ്രീമത്തിന് നമ്മൾ ചുരുക്കി എടുക്കുക. അപ്പൊ ഈ സെറ്റിന്റെ സുപ്പാര സുപ്രീമാര 1 ആണ്. ഇങ്ങനെ മനസ്സിലായി? ഇയാളാണ് വണ്ണിന് താഴല്ലേ? ഇയാൾ എന്തല്ല? ഇയാള് അപ്പർ ബൗണ്ടേ അല്ല, സുപ്രീം അല്ലാന്നല്ല, അപ്പർ ബൗണ്ടേ അല്ല. 1 minus epsilon is not an upper bound. 1 minus epsilon upper bound അല്ല. എന്താ കാരണം? 1 minus epsilon upper bound അല്ല. എന്താ കാരണം? എനിക്ക് എന്താ വേണ്ടത്? 1 minus epsilon ക്ലിയർലി എവിടെ ഉണ്ട്? ഇതിലുണ്ട് അല്ലേ? എസിലുണ്ട്. 1 minus epsilon ക്ലിയർലി എവിടെ ഉണ്ടോ? 1 minus epsilon ഇത് എലമെന്റ് ഓഫ് നോക്ക് 0 1 1 minus epsilon ഇവിടെ ഉണ്ട്. ക്ലിയർലി 1 minus epsilon ഓപ്പൺ 0 1 ഉണ്ട്, എസിലുണ്ട്. എനിക്ക് വേണ്ടത് 1 minus epsilon എന്തല്ല? അപ്പർ ബൗണ്ട് അല്ല. എന്താ കാരണം? 1 minus epsilonേക്കാൾ വലിയ ആൾക്കാർ സെറ്റിലുണ്ട്. അവിടെ ഒരാളുണ്ട്. ഇയാളെ പേരെന്താ? 1 minus epsilon plus 1 whole divided by 2. എത്ര ഉണ്ടാവുക? 2 minus epsilon by 2, that is 1 minus epsilon by 2. അല്ലേ? ഇവിടുത്തെ ആ പേരെന്താ? 1 minus epsilon by 2. ഇയാൾ എവിടെ ഉണ്ട്? എസിൽ ഉണ്ടെന്ന് മാത്രമല്ല, ഇയാളേക്കാൾ വലുതാ. 1 minus epsilonേക്കാൾ വലിയ ഒരാളെ എനിക്ക് എസിൽ തന്നെ കിട്ടി. അല്ലേ? ഈ ക്ലാസ്സില് പിന്നെ അപ്പർ ബൗണ്ട് അല്ല, ഈ ക്ലാസ്സിലെ ടോപ്പർ അല്ല നാഫി എന്ന് എങ്ങനെ പറയാ? നാഫിനേക്കാൾ മാർക്കുള്ള ഒരാള് നജാദ് അവിടെ ഉണ്ട്. അല്ലെ? നാഫിനേക്കാൾ മാർക്കുള്ള നജാദ് അവിടെ ഉണ്ട്. അതുകൊണ്ട് നാഫി അല്ല ടോപ്പർ എന്ന് പറയും. അതേമാതിരി 1 minus epsilon എന്തല്ല? അപ്പർ ബൗണ്ട് അല്ല. കാരണം 1 minus epsilonേക്കാൾ വലിയ ഒരാൾ 1 minus epsilon by 2 ഇവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ആരാണ് സുപ്രീമം? ഇവിടെ 1 ആണ്. ഇനി ഞാൻ വേറെ സെറ്റ് എടുക്കാം. സുപ്രീമം ഞാൻ പറയാം. നാച്ചുറൽ നമ്പർ ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സുപ്രീമം ഉണ്ടാവുള്ളൂ. 1 2 3 4 5 എക്സെട്ര. ഇതിന്റെ സുപ്രീമം ഇത് ബൗണ്ടഡ് എബോ അല്ല, അതുകൊണ്ട് എന്തുണ്ടാവില്ല? സുപ്രീമം. അപ്പൊ സെറ്റ് സുപ്രീമം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണോ? ബൗണ്ടഡ് എബോ ആവണം. ബൗണ്ടഡ് എബോ എങ്കിലും ആവണം, ബിലോ ആയില്ല. ഇത് ബൗണ്ടഡ് ബിലോ ആണ്. അതുകൊണ്ട് ഇതിന് എന്തുണ്ടാവും അറിയോ? ലോവർ ബൗണ്ടുകൾ ഉണ്ടാവും. ലോവർ ബൗണ്ടുകളിൽ വെച്ച് ഏറ്റവും വലിയ ആൾക്കാരുടെ പേരാണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ
ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഇൻഫിമം ഓഫ് എസ്. ഇൻഫിമം. ഓക്കെ, ഇൻഫ് എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എസിന്റെ ഇൻഫിമത്തെ ഇൻഫ് INF എസ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇൻഫിമം ഓഫ് എസ്. ഉദാഹരണത്തിന് നാച്ചുറൽ നമ്പർ ഇതിന് ഇൻഫിമം ഉണ്ട്. ഇൻഫിമം ആരാ? 1 ഈസ് എൻ ഇൻഫിമം. കാരണം ഇത് ലോവർ ബൗണ്ട് ആണ്, അത് വെച്ച് ഏറ്റവും വലിയ ആളാണ്. 1 എങ്ങനെ ലോവർ ബൗണ്ട് ആണെന്ന് അല്ലെ 1 ഇൻഫിമം ആണെന്ന് തന്നെ പ്രൂവ് ചെയ്യാം. 1നേക്കാൾ മുകളിലുള്ള ഒരാള് ലോവർ ബൗണ്ട് അല്ല. ഉദാഹരണത്തിന് ഒരു 1.5 കൊടുത്തു, അയാൾ ലോവർ ബൗണ്ട് അല്ല. കാരണം അയാളെക്കാൾ ചെറിയ 1 ഇവിടെ ഉണ്ട്, അല്ലേ? ഓക്കെ, സോ ഇതാണ് സുപ്രീമം ഇൻഫിമം പറയുന്നത്. നമുക്ക് കട്ട് ചെയ്തേക്ക്.